ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് ആളുകൾ കമൻറ്റിലേക്കൂടെയും എൻ്റെ വാട്സപ്പ് സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ ചോദിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുടെ റിപ്ലൈ ആയിട്ടാണ് കേട്ടോ. അതായത് പിന്നെ ഗ്യാതറിങ് ഫുഡിൽ വെച്ചിട്ട് നമ്മൾ ഡ്രസ്സിൽ ചുളുക്കിടുന്നത് ഞാൻ പറഞ്ഞിരുന്നു, ഫ്രില്ലിടുന്നത്. അതേപോലെ നോർമൽ മെഷീനിലൊക്കെ വെച്ചിട്ട് തന്നെ നമ്മൾ ലെങ്ത്തിൽ സ്റ്റിച്ച് കൊടുത്തിട്ട് എങ്ങനെയാണിത് ചുരുക്കുന്നത് എന്നുള്ളത്. അതായത് ചുരുക്കുമ്പോൾ പലർക്കും നൂല് പൊട്ടിപ്പോകുന്നത് കറക്റ്റായിട്ട് വരുന്നില്ല, അതെങ്ങനെയാണ് എന്നുള്ളത് യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ ഇട്ട് കാണിച്ചു തരണം എന്നുള്ള കുറേ റിക്വസ്റ്റ് ആയിരുന്നു എൻ്റെ വാട്സപ്പ് സ്റ്റുഡൻസിലുള്ള പലരുടെയും. കാരണം ഞാൻ ക്ലാസ്സിൽ കൊടുത്തിട്ട് ഫോണ് പല പ്രോബ്ലം വന്നിട്ട് അത് മിസ്സായി പോകുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിലാകുമ്പോൾ നമുക്ക് എപ്പോഴും പോയി കാണാമല്ലോ എന്നുള്ളതുകൊണ്ടാണ് അവരങ്ങനെ ചോദിച്ചത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ക്ലോത്ത് മീൻസ് വേസ്റ്റ് ക്ലോത്തിലാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. 2 ഓരോ മീറ്ററാണ് കേട്ടോ. ലൈനിങ്ങിൻ്റെ പീസിൽ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. 2ൻ്റെയും ലെങ്ത്ത് വരുന്നത് 1 മീറ്റർ 3 ഇഞ്ച് വീതി. ഇത് നമ്മളിപ്പം ഫ്രില്ലിടുമ്പോൾ ഇതിൻ്റെ 2 സൈഡും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാണല്ലോ ഫ്രില്ല് ചെയ്യുന്നത്. കാരണം നല്ലല്ലേ ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ റോൾ ഹെമ്മിങ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അങ്ങനെ ഉള്ള ഈ ക്ലോത്തിനെ ഒന്നിന് ഞാൻ ഗ്യാതറിങ് ഫുട്ട് വെച്ചിട്ടും ചെയ്ത് കാണിക്കുക, ഒന്നിന് ഞാൻ സ്റ്റിച്ച് ഇട്ടിട്ട് നൂല് വരിച്ചിട്ടും കാണിക്കുക. അപ്പോൾ 2ൻ്റെയും വേരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലർ വിചാരിക്കും ഗ്യാതറിങ് ഫുട്ട് ഉണ്ടെങ്കിലേ നന്നാവുള്ളൂ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് ഗ്യാതറിങ് ഫുട്ട് ഞാൻ ഇട്ട് എന്നിട്ട് ലോങ് സ്റ്റിച്ച് 7ലാക്കി, ലോങ് സ്റ്റിച്ച് 4ലാക്കി. മറ്റേ ഫസ്റ്റിൽ കാണുന്ന ഇത് 9, അതായത് ഈ ഒരു മെഷീനിലുള്ളവർക്കാണെങ്കിൽ അറിയാം 9ലാണ് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഗ്യാതറിങ് ഫുട്ട് വെച്ചിട്ട് നമ്മൾ ചുമ്മാ അങ്ങോട്ട് തയ്ച്ചു കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ അങ്ങോട്ട് തയ്ക്കുമ്പോൾ ഇങ്ങനെ ചുളുങ്ങി തന്നെ നമുക്ക് ക്ലോത്തിനെ കിട്ടും. അതിൽ ഒരു സംശയവും, അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ വന്നോളും. ഇത് ലൈനിങ് ക്ലോത്ത് ആയതുകൊണ്ട് അത്ര ഒരു ഫിനിഷിങ് കിട്ടുന്നില്ല കേട്ടോ, പക്ഷേ വേറെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഇത് ചുളുങ്ങി വന്നപ്പം 1 മീറ്ററിൻ്റെ ലെങ്ത്ത് കുറഞ്ഞ് വന്നത്. ഇതൊരുപാട് ആൾ സംശയം ചോദിച്ച സംഗതിയാണ്. ഗ്യാതറിങ് ഫുട്ടിലിട്ടിട്ടാകുമ്പോൾ എത്രത്തോളം ചുരുങ്ങും എന്നുള്ളത് കാണിച്ചു തരണം എന്നുള്ളത്. അപ്പോൾ 14 ഇഞ്ചായിട്ടാണ് ഇത് കുറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് നമ്മൾ അതിൽ വെക്കുക, സ്റ്റിച്ച് ചെയ്യുക, അപ്പം നമുക്ക് ഇങ്ങനെ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം 39 ഇഞ്ചാണ് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ. അത് ചുരുങ്ങിയിട്ട് അതിൻ്റെ പകുതിയും അല്ല അല്ലേ ആയത്. അപ്പം ഇത്രയും അപ്പം നമ്മളൊരു ഡ്രസ്സിന് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം നമ്മൾ എടുക്കണം എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുറേ ആളുകൾ എന്നോട് അത് ചോദിച്ചിട്ടുള്ളത്. 1 മീറ്ററിൽ ഇങ്ങനെ കാണിക്കും, എന്നാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ അത്രയധികം തുണികൾ എടുക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാമല്ലോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് യൂട്യൂബിലിടണമെന്ന് തന്നെ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലേക്ക് പോവുക. കണ്ടില്ലേ, ഇത് അടുത്തടുത്ത് തന്നെ അതങ്ങനെ തിക്കായിട്ട് തന്നെ വന്നോളും. അതിൽ ഒന്നും പേടിക്കാനില്ല. ഈ ഗ്യാതറിങ് ഫുട്ടൊന്നും ഇല്ലാത്തവർ, ഇലക്ട്രിക് മെഷീൻ അല്ലാത്തവർക്ക് ഇത് ചെയ്യണമല്ലോ. അങ്ങനെയുള്ളവരാണ് കൂടുതലും ഉണ്ടാവുക. കാരണം ബിഗിനേഴ്സ് ആകുമ്പം ആദ്യം നോർമൽ മെഷീനിലൊക്കെ ചെയ്ത് പഠിച്ചിട്ട് മതിയല്ലോ ഇങ്ങനെ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലോങ് സ്റ്റിച്ചിൽ തന്നെ ഇട്ട് കൊടുത്ത് നൂല് ഞാൻ കളർ ചേഞ്ച് ആക്കിയത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്നാലും ഈ ലൈറ്റിൻ്റെ ഇടയിൽ അതങ്ങനെ ക്ലിയർ ആവുന്നില്ല. പിന്നെ ഇതേപോലെ തന്നെ സെൻറ്ററിലേക്ക് കൂടി ലോങ് ആയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഈ ഗ്യാതറിങ് ചെയ്യുമ്പോഴും ചുളുക്കിടുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ 2 സൈഡിലും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. നമ്മൾ നോർമൽ സ്റ്റിച്ചായിട്ട് ചെയ്യണേ അങ്ങനെ ചെയ്യാം, അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലും ചെയ്യാം, റോൾ ഹെമ്മിങ്ങിലും ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ സെൻറ്ററിലേക്ക് കൂടിയാണ് ഞാൻ ഇട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് നന്നായി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പം ഒരു സൈഡിൽ മാത്രമായിട്ടായിരിക്കും വേണ്ട. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആ ഗൗണിൻ്റെ മേലെ കൂടിയാണല്ലോ ഫ്രില്ല് കൊടുത്തത്, താഴ്ഭാഗം. അതേപോലെ ചെയ്യണമെങ്കിൽ ഒരു സൈഡിലായിട്ടാണല്ലോ നമ്മൾ ഫ്രില്ല് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് വരുമ്പോൾ തന്നെ ചെറിയൊരു ചുളുങ്ങ് പോലെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ 2 നൂലല്ലേ, ഞാൻ 2 നൂലും ഒരു നൂല് കളർ മാറ്റിയത് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയാണ്. ആ മേലത്തെ നൂല് കണ്ടില്ലേ, പിങ്ക് നൂല്, മേലത്തെ നൂല് തന്നെ വലിക്കുക കേട്ടോ. നമ്മുടെ ഭാഗത്ത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള നൂല് മേലത്തതില്ല, അടിയിലത്തത് അതിൻ്റെ താഴെയായിട്ടല്ലേ വരുന്നത്. പലർക്കുള്ള പ്രശ്നം ഇങ്ങനെ വലിക്കുമ്പോൾ നൂല് പൊട്ടുന്നതല്ല. ആ നൂല് പൊട്ടാനുള്ള കാരണം എന്താ അറിയാം, നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഓൾറെഡി ഇപ്പുറത്തെ തുണി ഇങ്ങനെ ഒന്ന് പിരിച്ചിൽ വരും. ആ പിരിച്ചിൽ വരുമ്പം നമ്മൾ സ്റ്റിച്ച് വരിക എന്ന് പറഞ്ഞാൽ മേലെ നിന്നും താഴെ നിന്നും നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ലോക്കായിട്ട് വരുമ്പോഴാണല്ലോ സ്റ്റിച്ചായിട്ട് വരുന്നത്.
നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്ത് പിരിച്ചിൽ വരുമ്പം അവിടെ ഒരു കെട്ട് പോലെ ആയിട്ട് ആയിപ്പോകും. അപ്പം ആ പിരിയുമ്പോൾ തുണി നമ്മൾ നിവർത്തി കൊടുത്ത് മെല്ലെ ഇതായി. ഇപ്പം ഞാൻ സ്ലോലിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പൊട്ടാതെ തന്നെ കണ്ട ഇവിടെ ഇങ്ങനെ ഒരു പിരിഞ്ഞ പോലെ ആയിട്ട് തുണീനെ ഒരു കുത്തിക്കൂടിയ പോലെ നിൽക്കുന്നില്ല. ആ സമയത്ത് അവിടെ നമ്മൾ ക്ഷമയെടുത്ത് തന്നെ ചെയ്യുക. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുള്ള സംഗതിയല്ല. പക്ഷെ ഇതിനൊക്കെ ഒരു എന്താ പറയുക, സാവകാശം കൊടുക്കണം. ഇത് പെട്ടെന്ന് ഇടിപിടിയിൽ നടക്കാമെന്ന് വിചാരിച്ചാൽ ശരിയാവില്ല. കണ്ട അത് നമ്മൾ ചുളുക്കിയെടുത്തപ്പോൾ ഇങ്ങനെ ആയി കിട്ടി. ഇതും ഗാദറിങ് ഫുട്ടിൽ ചെയ്ത് അതേ പെർഫെക്ഷനിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പലർക്കും സംശയമാണ് എൻ്റെ ഗാദറിങ് ഫുട്ടിലൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് വൃത്തിയായി വരുന്നത്, നിങ്ങളത് ആവാത്തത് നോക്കാം. അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളപ്പം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നിങ്ങളൊന്ന് മനസ്സ് വെച്ച് ഒന്ന് പിന്നെ അതിൻ്റെതായ രീതിയിൽ പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് വേണമെങ്കിൽ ഇത്രത്തോളം ലെങ്ത് വേണ്ടാന്ന് വെച്ചാൽ ആ പിന്നെ ചുളുക്കിന് നമുക്ക് കുറയ്ക്കാം. പക്ഷെ ഗാദറിങ് ഫുട്ടിൽ ചെയ്തതിന് നമുക്ക് അങ്ങനെ കുറയ്ക്കാൻ പറ്റില്ല കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ഇപ്പോൾ 14 കിട്ടിയത് നമുക്ക് 14 അല്ല 20 ആക്കണമെങ്കിൽ 20 ആക്കാം. 39 ഇഞ്ചിന് ഉണ്ടല്ലേ. ഇതിൽ നമുക്ക് ഗാദറിങ് ഫുട്ടിൽ ചെയ്തതിന് ഇപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് അതേപോലെ തന്നെ. പക്ഷെ മറ്റത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി നല്ലത് ഏതാണ്, പിന്നെ നമ്മളുടെ നോർമൽ മെഷീനിൽ ചെയ്യുന്ന ഈ നോർമൽ മെഷീൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ഇലക്ട്രിക് മെഷീനിലും ചെയ്യാട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി സൗകര്യം. അപ്പം മറ്റവരെ ടെൻഷൻ മാറില്ലേ. അപ്പോൾ ബിഗിനേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ ആളുകൾ ചോദിച്ചത് കൊണ്ട് ആണ് ഞാൻ അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. സൗകര്യമായി എന്ന് വിചാരിക്കുന്നു. ഇതിപ്പം നമ്മളുടെ ഡ്രസ്സിൻ്റെ താഴെ ഭാഗത്ത് കൊടുക്കാം, കയ്യിൽ കൊടുക്കാം. ഞാനിതിപ്പോൾ ചുമ്മാ ഏറ്റവും സിമ്പിളായിട്ടൊരു നൈറ്റിയാണ് ഈ കാണുന്നത്, നമ്മൾ ചുരിദാർ മോഡൽ നൈറ്റി. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് ക്ലോത്ത് എല്ലാം കൂടി ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്താക്കിയിട്ട് ഇതേപോലെ, അതായത് ലോങ് സ്റ്റിച്ചിൽ ചെയ്ത് നൂല് വലിച്ചിട്ടാണ് ഇപ്പോൾ നെക്കിൽ കൊടുത്തിട്ടുള്ളത്. ഈ നെക്കിൽ കൊടുത്തതുപോലെ നമ്മൾ സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് കൊടുക്കാം, നൈറ്റിൻ്റെ ഇടയിൽ മുട്ടിൻ്റെ അവിടെ അല്ല യോക്കിൻ്റെ അവിടെ അങ്ങനെയൊക്കെ കൊടുക്കാം. ഐഡിയാസ് നമ്മൾ ഇഷ്ടം പോലെ യൂസ് ചെയ്യാം. ട്രൈ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് പല പല വെറൈറ്റീസ് നമ്മളെ ഡ്രസ്സിൽ കൊണ്ടുവരാൻ പറ്റും. ഇതിപ്പോൾ കണ്ടില്ലേ, ഡ്രസ്സിന് വേറെ തന്നെ ഒരു ഇതായിക്കോട്ടെ. ഇതിപ്പോൾ ഞാൻ നൈറ്റിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സായിട്ടാണ് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. ഇതിൻ്റെ താഴെ ഭാഗം കണ്ടില്ലേ ഫ്രില്ല് കൊടുത്തത്. ഇനി അടുത്തൊരു സംശയം പലർക്കും ഉള്ളത്, അംബ്രല കട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് എങ്ങനെയാണ് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിത് പേപ്പറിൻ്റെ അകത്താണ് എൻ്റെ മെഷർമെൻറ്റിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നതിൽ ഇപ്പോൾ ആർക്കും ഒരു സംശയവും ഇല്ല. പക്ഷെ സ്കേർട്ട് പാർട്ടിലാണ് സംശയങ്ങളൊക്കെ വരുന്നത്. അപ്പം നമ്മൾ തുണീനെ 2 ഫോൾഡ് ആക്കി പിന്നെ ഇങ്ങനെ കോണാക്കി മടക്കി അതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 7th ബാച്ചിന് ക്ലാസ്സിൽ ഫ്രോക്കിൻ്റെ കൊടുത്ത സമയത്താണ് ഇത് ചെയ്യാനെന്ന് കുറേ റിക്വസ്റ്റ് വന്നു. മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇന്ന് തന്നെ ചെയ്യാമെന്ന് വെച്ചതാണ്. അപ്പോൾ ഈ ബോഡി പാർട്ടിൻ്റെ അളവ് ഇങ്ങനെ വെച്ചിട്ട് പീസ് ഇങ്ങനെ വെച്ച് കൊടുത്ത് അപ്പോൾ നമുക്ക് കറക്റ്റ് സ്ഥലം മനസ്സിലാവും എവിടെയാണ് നമുക്ക് ബോഡി പാർട്ടിൻ്റെ അളവിൽ ക്ലോത്ത് എത്തുന്നത് എന്ന്. ഉണ്ടല്ലോ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ വരച്ച് കൊടുക്കും. ചിലർ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഒരു കോണ് പോലെ വരുന്നതെന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ സ്ട്രെയിറ്റ് കട്ട് ചെയ്യരുത്. ആ കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് കറക്റ്റ് മെഷർമെൻറ്റിലേക്ക് വരാത്തത്. അപ്പം നമ്മൾ അവിടെ നിന്ന് താഴേക്കുള്ള അളവ് ഞാൻ നോക്കിയപ്പോൾ കണ്ടതാ 11 ഇഞ്ച് 10 ഇഞ്ച് വന്ന്. ആ 10 ഇഞ്ചിന് ഈ കോണറിൽ നിന്ന് എല്ലാ വശത്തേക്കും 10 ഇഞ്ച് എടുക്കുക. കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ ഞാൻ ആദ്യം വരച്ച ആ പോയിന്റിനേക്കാണ് കുറച്ച് മേലെയായിട്ട് വന്നില്ലേ ഈ കോണറിൽ കണ്ട, ഇവിടെ ഒന്ന് അതിൻ്റെ തൊട്ട് മേലെയായിട്ടാണ് കറക്റ്റ് അളവ് എടുത്തിട്ട് ഞാൻ വരയ്ക്കുമ്പോൾ വന്നത്. ആ ഒരു ചെറിയ ഒരു 3/4 ഇഞ്ചിൻ്റെ പോയിൻ്റേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ കട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഷേപ്പിൽ വ്യത്യാസം വരും. പിന്നെ ക്ലോത്ത് ഇങ്ങനെ ക്രോസായി വെക്കുന്നതുകൊണ്ട് സ്ട്രെച്ചബിൾ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഈ ബോഡി പാർട്ടിൻ്റെ അവിടേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കണക്കാണെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പം കുറേ അധികം 2 ഇഞ്ചോളം അധികം വരും. അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ കറക്റ്റ് മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി ഏറ്റവും എളുപ്പത്തിൽ ഇത് ചെയ്യുന്ന മെത്തഡാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം ആ സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് അതിനേക്കാൾ 1 ഇഞ്ച് മേലോട്ടേക്ക് നമ്മൾ ടാപ്പ് വെച്ച് തന്നെ 1 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അത് തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുക. മനസ്സിലായ? ഇങ്ങനെ ആവുമ്പം ആ ക്ലോത്ത് വലിച്ചിൽ ക്രോസ് പീസ് ആയിട്ട് വരുന്നതുകൊണ്ട് ആ ക്ലോത്ത് വലിഞ്ഞ് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതാണ് ഏറ്റവും എളുപ്പം. പിന്നെ നമുക്ക് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മുന്നേ ഒരു അംബ്രല കട്ടിൻ്റെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതിൽ പറയുന്നത് പോലെ റേഡിയസ് കണ്ടിട്ട്, അതായത് അരവണ്ണത്തിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് അതിനെ
3.14 കൊണ്ടോ അല്ലെങ്കിൽ ഫുൾ സർക്കിൾ ആണെങ്കിൽ 6.28 കൊണ്ടോ ഡിവൈഡ് ചെയ്തിട്ടുള്ള മെത്തേഡ്. അത് ഞാൻ പിന്നെ ഒരു സെപ്പറേറ്റ് തന്നെ നമ്പർലാ കട്ടിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിടാം. അങ്ങനെ റേഡിയസ് കണ്ടിട്ട് ഈ ഒരു മെഷർമെൻറ്റ് എടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് താഴോട്ടേക്ക് നമ്മുടെ ലെങ്ത് അടയാളപ്പെടുത്തുക. ലെങ്ത് അടയാളപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഫുൾ ലെങ്ത് എത്രയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെ അടയാളപ്പെടുത്തുക. അതിൽ വ്യത്യാസം വരുത്തേണ്ട കാരണം നമുക്ക് ബെൽറ്റ് എക്സ്ട്രാ കൊടുക്കുന്നതിന് ബെൽറ്റിൻ്റെ നമുക്ക് ശരിക്കും കുറയ്ക്കാനുണ്ട്, എന്നാൽ മേലെയും താഴെയും തയ്യൽ തുമ്പ് കൂട്ടാനുമുണ്ട്. അപ്പം കറക്റ്റ് അളവിൽ കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടും. അടുത്ത സംശയം എന്താണെന്ന് വെച്ചാൽ പലർക്കും ആം ഹോള് കണക്കാക്കിയിട്ടല്ല സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പം ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ട് എൻ്റെ ഈ ഒരു ടോപ്പിൻ്റെ പീസാണ്. അപ്പം ഞാനിപ്പോൾ നെക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല. ശരിക്കും നെക്ക് കട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലോപ്പ് കൊടുക്കണമല്ലോ ഷോൾഡറിന് 1/2 ഇഞ്ച്. ആ 1/2 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് കറക്റ്റ് അതും കൂടി കട്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ആ 1/2 ഇഞ്ച് വിട്ടിട്ട് അവിടെ നിന്ന് ആം ഹോളിൻ്റെ മെഷർമെൻ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ തന്നെ കിട്ടും. എത്താത്തതോ കൂടിപ്പോയതോ ഒന്നും പ്രശ്നം വരില്ല. ഇതിങ്ങനെ പിടിച്ച് ടാപ്പ് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ എൻ്റെത് അളവ് 10 ഇഞ്ചാണ് വരുന്നത്. അപ്പം 10 ഇഞ്ച് അളവിൽ എനിക്ക് മാക്സിമം 10 ഇഞ്ച് അളവിലാണ് 4 ഫോൾഡിൽ സ്ലീവിന് വേണ്ടത്. 10 ഇഞ്ചും വേണ്ട. കാരണം എന്താണെന്നുള്ളത് ഞാനിത് കാണിച്ചു തരുമ്പോൾ പറഞ്ഞുതരാം. നമുക്ക് 9 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ 4 ഫോൾഡിൽ ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ക്ലോത്ത് എടുത്തത് 40 ഇഞ്ച് വീതിയുള്ള ക്രേപ്പ് ഉണ്ടല്ലോ നമ്മളെ ലൈനിങ്ങിൻ്റെ, അതാണ്. അതിന് ഞാൻ ഒന്ന് ഫോൾഡ് ചെയ്ത് അപ്പോൾ എത്രയായി? 20 ഇഞ്ച് വീതിയായി. ഒന്നുകൂടി ഫോൾഡ് ചെയ്യാൻ പോവാ. അപ്പോൾ എത്രയായി? 10 ഇഞ്ച് വീതിയായി അല്ലേ? വീതി കേട്ടോ. അപ്പോൾ ഫോൾഡിങ് സൈഡ് എൻ്റെ ഭാഗത്താണ്, മറ്റേ വശത്ത് ഒരു ഭാഗം ഫോൾഡിംഗ് ആണ്, ഒരു ഭാഗം ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ വിടുത്ത് വരുന്നത് 10 ഇഞ്ച്. എനിക്ക് എത്രയാണോ ലെങ്ത്ത് സ്ലീവിന് വേണ്ടത് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടുള്ള മെഷർമെൻറ്റ് താഴേക്കും കിട്ടണം. ഈ ഒരു ഭാഗത്തല്ലേ നമുക്ക് ആം ഹോൾ കൊടുക്കേണ്ടത്. അപ്പം വീതി 10 ഇഞ്ച് വന്നു. നീളം ഇതിന് ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് എത്ര വേണ്ടത് വെച്ചാൽ ഞാൻ അത് കണക്കാക്കണം. പിന്നെ ആം ഹോളിന് നമ്മൾ മേലെ നിന്ന് താഴോട്ടേക്ക് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നില്ലേ, അതെന്തിനാണെന്ന് പലർക്കും സംശയം പിന്നെയും ബാക്കിയുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഷേപ്പ് കിടക്കുന്നത് ഷോൾഡർ ഉയരത്തിലും ആം ഹോൾ താഴെയായിട്ടാണ്. അത് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 3 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുന്നത്. അല്ല ഞാൻ തുണി അവിടെ ചുളുങ്ങി നിൽക്കും. ചുളുങ്ങിയിട്ട് നിൽക്കലല്ലല്ലോ നമ്മുടെ ആവശ്യം. നമുക്ക് നല്ല വൃത്തിയിലല്ലേ കിട്ടേണ്ടത്. അപ്പം അതിനാണ് ഈ ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത്. അത് തടി കൂടുന്നതിനനുസരിച്ച് 3.5-4 വരെ പോകാം. എന്നിട്ട് ഈ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയിട്ട് ഈ ഒരു കോർണറിൽ നിന്ന് അതിലേക്ക് നമ്മളിങ്ങനെ ഷേപ്പ് വരച്ചെടുക്കുക. ഈ ഷേപ്പിന് എന്തെങ്കിലും അളവുണ്ടോ എന്ന് വെച്ചാൽ അതിന് അളവൊന്നുമില്ല. ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കി കൊടുക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തി താഴെ നമുക്ക് സ്ലീവ് ഓപ്പണിങ്ങിൻ്റെ വിടുത്ത് തയ്യൽ തുമ്പ് അടക്കം അടയാളപ്പെടുത്തി അതിൽ നിന്ന് ഈ കോർണറിൽ നിന്ന് ഇവിടേക്ക് ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇതും യോജിപ്പ്. അപ്പം നമ്മൾ ലെങ്ത്ത് നോക്കിയിട്ട് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അതൊന്നും ആരും വിട്ടു പോവരുതേ. എന്നിട്ട് ഇത് നമ്മൾ ഇപ്പം മാർക്ക് ചെയ്ത പീസിൽ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ആവശ്യമുള്ള സ്ലീവായി കിട്ടി. ഇനി ഇതിനെ അളവ് എടുത്ത് നോക്കുകയാണേ. നമ്മൾ ഈ മെഷർ കട്ട് ചെയ്യാൻ റെഡിയാക്കി വെച്ചതിന് അളവ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഇത് കണ്ടില്ലേ, 11 വന്നു. 11 വന്ന് എനിക്ക് ശരിക്കും ആം ഹോളിന് എത്രയാണ് വേണ്ടത്? 10 മതി. അതാണ് ഞാൻ പറഞ്ഞത് 4 ഫോൾഡിൽ നമ്മൾ ആം ഹോളിൻ്റെ അളവ് എടുത്തതിനേക്കാളും 1 ഇഞ്ച് കുറച്ചിട്ടുള്ള അളവ് മതി നമുക്ക് ക്ലോത്ത് നിന്നും. അപ്പം ഞാൻ 9 ഇഞ്ച് എടുത്തിട്ടുണ്ട്, എനിക്ക് കണക്കായിട്ട് വരും. അപ്പോൾ 10 ഇഞ്ചാണ് നിങ്ങളുടെ അടുത്തുള്ള വെച്ചാൽ അങ്ങനെ എടുത്തോളി. എക്സ്ട്രാ അവിടെ വന്നാൽ കുഴപ്പമില്ല. ആം ഹോളിലേക്ക് കണക്കായിട്ടില്ലെങ്കിലാണ് പ്രയാസം. അപ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് ഇപ്പം മനസ്സിലായല്ലോ. ഇനി ഇതിലൊന്നും ഡൗട്ടില്ലല്ലോ. ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളി. വാട്സപ്പ് സ്റ്റുഡൻസ് അങ്ങനെ ചോദിക്കാം. അല്ലാത്തവർക്ക് കമൻറ്റിലേക്ക് കൂടി ചോദിക്കാം, ഞാൻ പറഞ്ഞുതരും. ഇൻസ്റ്റ വഴിയാണെങ്കിൽ വേണ്ടെങ്കിൽ അങ്ങനെയും പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ അടുത്ത ബാച്ച് 16-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അഡ്മിഷൻ തുടരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.